ഒരു വലിയ സാമ്രാജ്യം തകർന്നു വീഴുന്നത് ഒറ്റയടിക്കല്ല. ആദ്യം അതിൻ്റെ അസ്ഥിവാരത്തിൽ ചെറിയൊരു വിള്ളൽ വീഴും. ആരും ശ്രദ്ധിക്കാത്ത, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ചെറിയ വിള്ളൽ. എന്നാൽ കാലം ചെല്ലുന്തോറും ആ വിള്ളൽ വലുതായി ഒരു നാൾ ആ കൊടുമുടി ഒരു വലിയ ശബ്ദത്തോടെ നിലമ്പൊത്തും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2026 ജൂലൈ 25 എന്ന ദിവസം അടയാളപ്പെടുത്താൻ പോകുന്നത് ഇത്തരമൊരു മഹാപതനത്തിൻ്റെ തുടക്കമായാണ്. ഇന്ത്യയുടെ അധികാര സ്ഥിരാകേന്ദ്രമായ ഡൽഹി ഒരുപാട് ഭരണകൂടങ്ങളുടെ ഉദയത്തിനും അസ്തമയത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു ദിവസം സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പതിറ്റാണ്ടിന് മുകളിലായി, കൃത്യമായി പറഞ്ഞാൽ 12 വർഷമായി ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാതെ നിന്ന ഒരു വലിയ ശക്തി, തങ്ങൾക്കിനി ഒരു എതിരാളി ഇല്ലെന്ന് അഹങ്കരിച്ച BJP എന്ന മഹാമേരു ജനങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവാക്കൾക്ക് മുന്നിൽ മുട്ടുകുത്തിയ ദിവസമാണ് ജൂലൈ 25. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുട്ടിലാക്കിയ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. ഇത് കേവലം ഒരു മന്ത്രിയുടെ രാജി മാത്രമല്ല, മറിച്ച് അജയ്യർ എന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരു ഭരണകൂടം ഭൂമിയിലേക്ക്, സാധാരണ മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരികെ ഇറങ്ങി വരുന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഏറെ രസകരമായ സംഗതി അതൊന്നുമല്ല. എതിരാളികളില്ലാതെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഈ BJP ഇനി എത്ര കാലം രാജ്യം ഭരിക്കും എന്നതിനെക്കുറിച്ച് നേരത്തെ ഒരു പ്രവചനം നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രവചനം കൃത്യമായി നടപ്പിലാക്കുന്നതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഡൽഹി കാണിച്ചു തരുന്നത്. യുവാക്കൾ ഇളകിയാൽ ഏത് ദേവേന്ദ്രനായാലും രാജ്യം ഭരിക്കുക എന്നത് സ്വപ്നം മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ രാജി വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ്: BJPയുടെ അപ്രമാദിത്വം അവസാനിക്കുകയാണ്. പതനത്തിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. പ്രവചനത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആ പ്രവചനം നടന്ന സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നാം 2014 തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. 10 വർഷം മുൻപ് രണ്ടാം UPA സർക്കാരിൻ്റെ കാലം, അഴിമതിയും വിലക്കയറ്റവും ഭരണപരാജയവും കൊണ്ട് കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിന്ന സമയം. അന്ന് ആ ഭരണത്തിനെതിരെ, ആ കൊള്ളരുതായ്മകൾക്കെതിരെ ജനങ്ങളിൽ ഉയർന്നു വന്ന വലിയൊരു അമർഷമുണ്ടായിരുന്നു. ആ അമർഷത്തെ, പ്രത്യേകിച്ച് യുവത്വത്തിൻ്റെ രോഷത്തെ, സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പ്രചരണ സംവിധാനങ്ങളിലൂടെയും കൃത്യമായി തങ്ങൾക്കനുകൂലമാക്കി മാറ്റാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് കഴിഞ്ഞു. കോൺഗ്രസ് എന്ന വലിയ വടവൃക്ഷം കടപുഴകി വീണപ്പോൾ അവിടെ BJP എന്ന പുതിയൊരു കാട് വളർന്നു. പിന്നീട് അങ്ങോട്ട് BJPയുടെ സുവർണകാലമായിരുന്നു. 2014 മുതൽ ഈ പറയുന്ന 2026 വരെ യാതൊരു ഭീഷണിയും ഇല്ലാതെയാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചത്. 2019 വമ്പൻ വിജയവും സംസ്ഥാനങ്ങളിലെ തുടർച്ചയായ ഭരണ നേട്ടങ്ങളും അവരെ മാറ്റമില്ലാത്ത ഒരു ശക്തിയാക്കി മാറ്റി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 1977 അടിയന്തരാവസ്ഥ വരെ വർഷങ്ങളോളം എതിരാളികളില്ലാതെ രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ അതേ അവസ്ഥയിലായിരുന്നു BJP. വൺ പാർട്ടി ഡൊമിനൻസ് അഥവാ ഏകകക്ഷി മേധാവിത്വം എന്ന രാഷ്ട്രീയ അവസ്ഥ. ഇന്ത്യയിലെ പ്രതിപക്ഷം പൂർണ്ണമായും ദുർബലമായി. BJP അജയ്യരാണെന്നും അവരെ വീഴ്ത്താൻ ആർക്കും കഴിയില്ലെന്നുമുള്ള ഒരു മനോഭാവം ജനങ്ങൾക്കിടയിലും പാർട്ടി നേതാക്കൾക്കിടയിലും വളർന്നു വന്നു. കയറ്റത്തിന് ശേഷം ഒരു തിരിച്ചിറക്കമുണ്ടെന്ന പ്രകൃതി നിയമം അവർ മറന്നുപോയി. എതിരാളികളില്ല എന്ന തോന്നലിൽ നിന്ന് ഉടലെടുത്ത വലിയൊരു അഹങ്കാരം ആ ഭരണകൂടത്തെ ഗ്രസിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവർ അകന്നുപോയി. ഇന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും ഒരു വലിയ കടങ്കഥയാണ്. എന്നാൽ ഈ കടങ്കഥയുടെ ഉത്തരം അക്കങ്ങളുടെയും ഗണിതശാസ്ത്രത്തിൻ്റെയും ജനമനഃശാസ്ത്രത്തിൻ്റെയും സഹായത്തോടെ കൃത്യമായി പ്രവചിക്കുന്ന ഒരാളുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ തിരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയുടെ തലവൻ പ്രദീപ് ഗുപ്ത. AC റൂമുകളിൽ ഇരുന്ന് ഫോൺ വിളിച്ച് സർവേ നടത്തുന്ന മറ്റ് ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് വോട്ടർമാരുടെ പൾസ് കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യയിൽ നടന്ന 70ഓളം വലിയ തിരഞ്ഞെടുപ്പുകളിൽ 65ലധികം അത്യന്തം കൃത്യതയോടെ പ്രവചിച്ച ചരിത്രമാണ് ആക്സിസ് മൈ ഇന്ത്യയ്ക്കുള്ളത്. ഈ അടുത്ത് 2026 ഏപ്രിലിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർ നടത്തിയ പ്രവചനങ്ങൾ രാജ്യം മുഴുവൻ ഞെട്ടലോടെയാണ് കണ്ടത്. തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികളായ DMKയും AIADMKയും മാറി മാറി ഭരിക്കുന്ന ചരിത്രം തിരുത്തിക്കൊണ്ട് ഭരണ തുടർച്ച സ്വപ്നം കണ്ട് DMKയെ താഴെ ഇറക്കി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം എന്ന TVK ഒറ്റയടിക്ക് അധികാരത്തിലെത്തുമെന്ന് പ്രദീപ് ഗുപ്ത പ്രവചിച്ചപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളി. സിനിമയല്ല യാഥാർത്ഥ്യമെന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് മുന്നിൽ വോട്ടെണ്ണൽ ദിവസം TVK തമിഴ്നാട് തൂത്തുവാരിയപ്പോൾ പ്രദീപ് ഗുപ്ത നെഞ്ചു വിരിച്ചു നിന്നു. അദ്ദേഹം ഇന്ത്യൻ വോട്ടർമാരുടെ മനസ്സ് അത്രത്തോളം ആഴത്തിൽ വായിച്ചെടുത്തിരുന്നു.
ഈ പ്രദീപ് ഗുപ്ത കുറച്ചുനാൾ മുൻപ് PTIക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ നടത്തിയ അതിനിർണായകമായൊരു പ്രവചനമുണ്ട്. ഇന്ത്യയിൽ BJPയുടെ ഭരണം ഇനി എത്ര നാൾ തുടരും എന്നതായിരുന്നു ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിരുന്നു. 2014 ആരംഭിച്ച BJPയുടെ ഈ സുവർണകാലം കുറഞ്ഞത് 20 വർഷമെങ്കിലും, അതായത് 2034 വരെയെങ്കിലും യാതൊരു തടസ്സവുമില്ലാതെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. ഇതൊരു വെറും പ്രസ്താവനയായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ മുൻനിർത്തിയായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. 1977 വരെ കോൺഗ്രസ് എങ്ങനെയാണോ ഇന്ത്യയെ അടക്കി ഭരിച്ചത്, അതേ അവസ്ഥയിലൂടെയാണ് ഇന്ന് BJP കടന്നു പോകുന്നത്. രാഷ്ട്രീയത്തിൽ ഒരു തലമുറ എന്നത് ഏതാണ്ട് 20 വർഷത്തെ കാലയളവാണ്. ആ സൈക്കിൾ പൂർത്തിയാക്കാൻ BJPക്ക് ഇനിയും സമയമുണ്ട്. കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും വേണ്ടി വരുമെന്നും അദ്ദേഹം പ്രവചിച്ചു. കഴിഞ്ഞ കാലത്തെ മോശം ഭരണത്തിൻ്റെ ഓർമ്മകൾ ജനമനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകാൻ സമയമെടുക്കുമെന്നതാണ് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്. ഈ പ്രവചനം ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ABP ന്യൂസും ടൈംസ് നൗവും ETVയും എല്ലാം മണിക്കൂറുകളോളം ഈ വിഷയം ചർച്ച ചെയ്തു. അടുത്ത 20 വർഷത്തേക്ക് BJP മേധാവിത്വത്തിന് ഇന്ത്യയിൽ എതിരാളികളില്ലേ എന്നതായിരുന്നു പ്രധാന ചർച്ച. എന്നാൽ ഈ വലിയ പ്രവചനത്തോടൊപ്പം പ്രദീപ് ഗുപ്ത വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പും BJPക്ക് നൽകിയിരുന്നു. അതിതായിരുന്നു: ഭരണരംഗത്ത് വിനാശകരമായ വലിയ വീഴ്ചകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്രം. അതാണ് പോയിൻ്റ്. അതായത് ജനങ്ങളുടെ പ്രതീക്ഷകൾ മുൻപത്തേക്കാൾ ഏറെ വർദ്ധിച്ചിരിക്കുന്നു. സൗജന്യങ്ങളെക്കാൾ മികച്ച ഭരണവും സുസ്ഥിരതയുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴാണ് പലപ്പോഴും പതനത്തിൻ്റെ വിത്തുകൾ പാകപ്പെടുന്നത്. ആ വിത്തുകൾ മുളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് പ്രദീപ് ഗുപ്ത BJPക്ക് നൽകിയത്. പ്രദീപ് ഗുപ്ത നൽകിയ ആ മുന്നറിയിപ്പ് ഭരണത്തിൻ്റെ മത്ത് പിടിച്ച BJP നേതൃത്വം മറന്നുപോയി. തങ്ങൾക്ക് ബദലില്ലെന്ന അഹങ്കാരത്തിൽ അവർ ജനങ്ങളെ വെറുപ്പിക്കാൻ തുടങ്ങി. തുടർച്ചയായ ഭരണം അവരെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അന്ധരാക്കി. അവിടെയാണ് ഇന്ത്യയുടെ ചരിത്രം വഴിമാറാൻ തുടങ്ങിയത്. പ്രദീപ് ഗുപ്ത പറഞ്ഞ ആ വിനാശകരമായ ഭരണവീഴ്ച 2026 നീറ്റ് പരീക്ഷാ വിവാദത്തിൻ്റെ രൂപത്തിൽ രാജ്യത്ത് അവതരിച്ചു. ഡോക്ടറാകുക എന്ന ലക്ഷ്യവുമായി വർഷങ്ങളോളം ഉറക്കമൊഴിച്ചു പഠിച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് ഭരണകൂടം വലിയൊരു കൊള്ളി വച്ചത്. പരീക്ഷാ പേപ്പർ ചോർച്ച കേവലം ഒരു അഴിമതിയായിരുന്നില്ല, അത് രാജ്യത്തെ യുവത്വത്തോടുള്ള ഭരണകൂടത്തിൻ്റെ ക്രൂരമായ വഞ്ചനയായിരുന്നു. എന്നാൽ എതിരാളികളില്ലെന്ന അഹങ്കാരത്തിൽ BJP സർക്കാർ ഈ വിഷയത്തെ വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. കുറച്ച് ദിവസം കുട്ടികൾ സമരം ചെയ്യും, പിന്നെ അത് കെട്ടടങ്ങുമെന്നവർ കരുതി. കോൺഗ്രസിൻ്റെ അശ്വമേധത്തിന് ജനതാ പാർട്ടിയിലൂടെ ഒരവസാനം ഉണ്ടായതുപോലെ അഹങ്കരിച്ചു നിന്ന BJPക്ക് മുന്നിലേക്ക് ഒരു വലിയ മഹാമാരി പോലെ രാജ്യത്തെ യുവത്വം ഇരച്ചെത്തി. ഇവിടെയാണ് ചരിത്രം ത്രില്ലിംഗ് ആകുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മന്ത്രിമാരോട് ഉപദേശിച്ചത് വെറുതെയല്ല. സ്വന്തം വോട്ട് ബാങ്കായ യുവാക്കൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന തിരിച്ചറിവ് BJPക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അവർ ഭയന്നതിലും വേഗത്തിലായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒന്നിച്ചു. പേര് പോലെ തന്നെ എന്തിനേയും അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു യുവജന മുന്നേറ്റമായി അത് മാറി. 2014 കോൺഗ്രസിനെ താഴെയിറക്കാൻ BJP ഉപയോഗിച്ച അതേ സോഷ്യൽ മീഡിയയെ, അതേ ഡിജിറ്റൽ ആയുധങ്ങളെ CJP അവർക്കെതിരെ തന്നെ ഉപയോഗിച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യുവത്വം തെരുവിലിറങ്ങി. ഭരണകൂടം പോലീസിനെയും സന്നാഹങ്ങളെയും ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താൻ നോക്കി. എന്നാൽ സ്വന്തം ഭാവിക്ക് വേണ്ടി പോരാടുന്ന ഒരു തലമുറയെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ലോകത്ത് ഒരു ഭരണകൂടത്തിനും കഴിയില്ല. അവസാന നിമിഷം വരെയും തങ്ങൾ വഴങ്ങില്ലെന്നായിരുന്നു സർക്കാരിൻ്റെ വാശി. ഇന്ത്യയിലെ ഏറ്റവും പ്രബലനായ ഒരു മന്ത്രിയെ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ മാത്രം കെൽപ്പ് ഈ പിള്ളേർക്കുണ്ടോ എന്ന് ഭരണകൂടം പരിഹസിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് കേന്ദ്രമന്ത്രിസഭയിലെ സുപ്രധാന പദവിയിലെത്തിയൊരു വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നത് മറ്റൊരു വിരോധാഭാസം. എന്നാൽ തൻ്റെ വേരുകൾ മറന്ന ഒരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ 2026 ജൂലൈ 25 കാര്യങ്ങൾ കൈവിട്ടുപോയി. ലക്ഷക്കണക്കിന് യുവാക്കൾ ഡൽഹിയുടെ ഹൃദയഭാഗത്തേക്ക് ഇരച്ചുകയറി. അധികാരത്തിൻ്റെ കസേരകൾ വിറച്ചു തുടങ്ങി. തങ്ങളുടെ കയ്യിൽ നിന്നും രാജ്യത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം അഹങ്കാരത്തിൻ്റെ എല്ലാ മുഖംമൂടികളും അഴിച്ചുവെച്ച് ഭരണകൂടം മുട്ടുകുത്തി. ഒടുവിൽ യുവജനങ്ങളുടെ അന്തിമ ആവശ്യത്തിന് വഴങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ രാജിക്കത്ത് കൈമാറി. ഈ രാജി വെറുമൊരു മന്ത്രിയുടെ മാറ്റമല്ല, ഇത് പ്രദീപ് ഗുപ്ത പ്രവചിച്ച 2034 വരെയുള്ള സുവർണകാലത്തിൻ്റെ അകാല ചരമക്കുറിപ്പാണ്. അദ്ദേഹം പറഞ്ഞ ഈ വിനാശകരമായ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞു. അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ പാകപ്പെട്ട പതനത്തിൻ്റെ വിത്തുകൾ ഇന്ന് വൻമരങ്ങളായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യം അത്രമേൽ കരുത്തുറ്റതാണ്. അവിടെ രാജാക്കന്മാരില്ല, സിംഹാസനങ്ങളുമില്ല.
ഉള്ളത് ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള വോട്ടവകാശമുള്ള കോടിക്കണക്കിന് മനുഷ്യർ മാത്രം. ഇന്നലെ വരെ ആകാശത്ത് പറന്നു നടന്ന BJP എന്ന വലിയ രാഷ്ട്രീയ യന്ത്രം ഇന്ന് വെറും മണ്ണിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എതിരാളികളില്ല എന്ന് അഹങ്കരിച്ച് രാജ്യം ഭരിച്ച ഒരു ഭരണകൂടത്തിന് 2026 കാലിടറിയിരിക്കുന്നു. ജനങ്ങളെ മടുപ്പിച്ചാൽ, അവരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയാൽ പിന്നെ ഭരണം നിലനിർത്തുക എന്നത് ഒരു പകൽക്കിനാവ് മാത്രമാണെന്ന് CJPയും ഈ രാജ്യത്തെ യുവാക്കളും ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അശ്വമേധങ്ങളുടെ കാലം കഴിഞ്ഞു. ഇനി ജനങ്ങളുടെ കാലമാണ്. BJPയുടെ തകർച്ച ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഒരു വലിയ സാമ്രാജ്യം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് പതിയെ മാഞ്ഞു തുടങ്ങുകയാണ്.